ഹായ്, നമസ്കാരമുണ്ട്. ഇത് നിങ്ങൾ കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. ഈ കവിതയുടെ പേര് സ്നേഹപൂർവം സഹയാത്രിക. ഇത് എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കാക്കൂര്. ഇത് പാടിയത് രമ്യ ആശിഷ്. ഇതിൻ്റെ സാക്ഷാത്കാരം രതീഷ് സൈഫൺ. പക്ഷേ ഒത്തിരി ഹൃദയ നൊമ്പരത്തോടല്ലാതെ ഈ കവിത പൂർണ്ണമായും നിങ്ങൾക്ക് കേട്ടിരിക്കാനാവില്ല. കാരണം അത്ര ഹൃദ്യമായ വരികളും ആലാപനവുമാണ്. ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറന്നു പോകരുത്. സ്നേഹപൂർവ്വം സഹയാത്രിക. ഓർമ്മിക്കാനിത് മാത്രം സ്വീകരിച്ചാലും താങ്കൾ എന്തിനാണെനിക്കിനി തൂലിക? പോകട്ടെ, ഞാൻ ആദ്യമായി കാണുന്നവർ നാം ഇരുപേരും. പക്ഷേ എത്രയോ ജന്മത്തിലെ അടുപ്പക്കാരെ പോലെ പങ്കുവച്ചില്ലേ നമ്മൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ. കേവലം മണിക്കൂറിൻ ധൈര്യത്തിൽ പരസ്പരം ഓടിക്കിതച്ചെത്തി തീവണ്ടി ഇവിടം ഞാൻ ഇറങ്ങും. തുടർയാത്ര എവിടം വരെയാമോ? നാളെയാണ് ഓപ്പറേഷൻ. ട്യൂമറാണ് പോൽ. ആയുസിത്തിരി നീട്ടിക്കിട്ടാം, അല്ലെങ്കിൽ മറിച്ചാവാം. ജീവിതം പോലെ തന്നെ പ്രണയം കവിതയോടൊത്തിരി കുത്തിക്കുറിച്ചങ്ങനെ കവിയായി ഞാൻ താങ്കളിൽ കാണുന്നു. ഞാൻ തുടിക്കും ഹൃദയമ കാവ്യലോകത്തെ സ്ഥിരം യാത്രികനല്ലോ താങ്കൾ. ഹൃദയാൽ ഹൃദയത്തിൽ നെരിപ്പോടുയരുമ്പോൾ ഇരുളിൽ തീരം കാണാതെ മനമുഴലുമ്പോൾ ഒരു തൈ കുളിർക്കാറ്റായി ഇത്തിരി നിലാവായി അരികിൽ കവിതയായിരുന്നൻ പ്രിയതോഴി. പൂർവസൂരികളായ കവി പുങ്കവരെത്ര മിന്നിമാഞ്ഞു പോയി മുന്നിൽ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ. കൊതി തീർന്നില്ല, ജീവിച്ചിനിയും മതിയായില്ല. കൈകൊട്ടി വിളിപ്പത പോകാതെ ഇനി വയ്യ. ഇവിടം വിട ചൊല്ലാൻ ഒക്കെയും ഉപേക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ മനസ്സും ശരീരവും. നാളെയാണ് ഓപ്പറേഷൻ. ട്യൂമറാണു പോൽ അല്പം സീരിയസ്. ദൈവത്തിൻ്റെ കയ്യിലെന്നല്ലോ ഡോക്ടർ. പുതുലോകത്തേക്കുള്ള യാത്രയ്ക്കായൊരുങ്ങുന്നു എൻ മനം. സുഹൃത്തെന്ന് തന്നെ ഞാൻ വിളിച്ചോട്ടെ. എന്തിനാണെനിക്കിനി തൂലിക? ഇരിക്കട്ടെ, താങ്കൾക്കൻ സ്മരണയ്ക്കായി മറ്റെന്ത് നൽകാൻ, മറ്റെന്ത് നൽകിടാൻ ഞാൻ? അക്ഷരങ്ങള നമ്മൾ ബന്ധിതരായി കാവ്യകന്യകൾ പിറക്കട്ടെ തൂലിക തുമ്പിൽ നിന്നും. താങ്കൾക്കു മുഷിഞ്ഞില്ലേ കേൾക്കുക ഇതും? കൂടൻ യാത്രയിൽ കുളിർക്കാറ്റായി തഴുകി തലോടുമോ?